തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് എല്ലാവർക്കും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ ചൈതന്യം നമ്മളിലേക്ക് നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലൂക്കാ സുവിശേഷം 24:45 പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം യേശു അവരുടെ മനസ്സ് തുറന്നു. കരങ്ങളെ കൂപ്പി കണ്ണുകളടച്ച് നല്ല ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അങ്ങ് ശിഷ്യരുടെ മനസ്സിനെ തുറന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ തുറക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും മനസ്സിനെ നീ തുറക്കണമേ. ഈശോയെ, ദൈവവചനത്തോടുള്ള വലിയ തുറവി അഭിഷേകമാക്കി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിനക്കും നിൻ്റെ വചനത്തിനും നൽകുവാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ നീ തുറക്കണമേ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും തിന്മകളും ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരും ശക്തിയും അഭിഷേകവും പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവാക്യമാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അങ്ങയുടെ വചനങ്ങൾ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എൻ്റെ നാവിൽ ആനന്ദാമൃതമായി. അങ്ങയുടെ വചനങ്ങൾ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കണ്ടെത്തി വചനം ഭക്ഷിക്കണം. വചനം ആദ്യം കണ്ടെത്തണം. കണ്ടെത്തണമെങ്കിൽ ആദ്യം അന്വേഷിക്കണം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈശോ നമ്മൾ ഇപ്രകാരം പഠിപ്പിച്ചത്: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നുണ്ട്: ഓരോ ദിവസവും പ്രഭാതത്തിൽ നീ വചനത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടണം. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം: ഈശോയെ, ഈ ദിവസം എനിക്ക് ആവശ്യമായ വചനം നീ പറഞ്ഞു തരണമേ. നീ മുട്ടണം, വചനത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടണം. ദൈവമേ, ഈ ദിവസം ആവശ്യമായ വചനം എനിക്ക് നീ വെളിപ്പെടുത്തി തരണമേ. അതാണ് ഈശോ പറഞ്ഞത്. നീ ചോദിക്കണം, വചനം നീ കിട്ടാൻ വേണ്ടി നീ ചോദിക്കണം, നീ അന്വേഷിക്കണം, നീ അപ്പോൾ കണ്ടെത്തും. വീണ്ടും ഈശോ കൂട്ടിച്ചേർക്കുകയാണ്: എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യുന്നു. അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. നീ അന്വേഷിക്കേണ്ടത് വചനമാണ്. അതാണ് ജെറമ്യാ പ്രവാചകൻ പറഞ്ഞത്: അവിടുത്തെ വചനം ഞാൻ അന്വേഷിച്ചു, ഞാനത് കണ്ടെത്തി, ഞാനത് ഭക്ഷിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം കണ്ടെത്തുവാനുള്ള ഒരു ആത്മീയ അഭിഷേകം, ഒരു ത്വര, ഒരു അഭിവാഞ്ച നമുക്കുണ്ടാകണം. മലയാള സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ് KP അപ്പൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം. അദ്ദേഹം ആ പുസ്തകത്തിൽ ബൈബിളിലെ മനോഹരങ്ങളായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ ഇപ്രകാരം പറയാണ്: ബൈബിൾ എന്നത് ഒരു അമൂല്യമായ നിധിയാണ്. രത്നശേഖരങ്ങളുള്ള, സ്വർണശേഖരങ്ങളുള്ള അമൂല്യമായ ഒരു നിധിയാണ് ബൈബിൾ. അതിലെ നിധികൾ നീ കണ്ടെത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കണ്ടെത്തുവാനുള്ള ഒരു അഭിഷേകം. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല സ്കൂളിൽ ചേർക്കാൻ നമ്മൾ ധാരാളം സ്കൂൾ അന്വേഷിക്കും, എന്നിട്ട് കണ്ടെത്തും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും നല്ല ഒരു കോളേജ് അന്വേഷിക്കും, അത് കണ്ടെത്തും. ബാംഗ്ലൂരോ മൈസൂരോ കോയമ്പത്തൂരോ എവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയാക്കും. വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് നല്ല ജോലി കണ്ടെത്തി കൊടുക്കും, അതിനുശേഷം നല്ല പങ്കാളിയെ കണ്ടെത്തി കൊടുക്കും. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വചനം കണ്ടെത്തുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് വചനം കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മളെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആത്മശോധന ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
വചനം കണ്ടെത്തുമ്പോൾ ആ വചനം ഭക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വചനം കണ്ടെത്തി വചനം ഭക്ഷിക്കുമ്പോഴാണ് വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെളിപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വലിയൊരു സന്തോഷകരമായിട്ടുള്ള സത്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഞാൻ വചനത്തിൻ്റെ പുസ്തകത്തിൻ്റെ മുമ്പിലിരുന്ന് വചനം വായിക്കുകയും വചനം ഭക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉൽപ്പത്തിയുടെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിന് 24-ാമത്തെ അധ്യായം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിന് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു വധുവിനെ കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിച്ചു. തുടർന്ന് അബ്രാഹാം തൻ്റെ വീട്ടിൽ ഏറ്റവും പ്രായം കൂടിയ വേലക്കാരനെ വിളിച്ച് അവനോട് പറഞ്ഞു, നീ ചെല്ലണം, നീ ചെന്ന് എൻ്റെ മകന് അനുയോജ്യമായിട്ടുള്ള ഒരു വധുവിനെ കണ്ടെത്തണം. അപ്പോൾ ആ വേലക്കാരൻ ചോദിച്ചു, യജമാനനെ, അവൾ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ മനോഹരമായിട്ടുള്ള വചനത്തിൽ അബ്രാഹാം ഇപ്രകാരം പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എൻ്റെ ഒരു മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയക്കുന്നവനാണ് ദൈവം. ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞാൻ ആ വചനം ആവർത്തിച്ച് വായിച്ചു. ആ വചനത്തിൻ്റെ അഭിഷേകനിലേക്ക് നിറയാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും ഇതിലേക്ക് നിറഞ്ഞപ്പോൾ ആ വചനം പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുടുംബം എന്നെ വിളിച്ചു പറഞ്ഞ, അച്ഛാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അവൾ ഒരു പട്ടണത്തിൽ പഠിക്കുകയാണ്. ആകപ്പാടെ ഒരു അശുദ്ധമായ കൂട്ടുകെട്ടിലേക്ക്, പ്രേമത്തിലേക്ക് പെട്ട് രജിസ്റ്ററൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അവരുടെ കണ്ണീര് കരച്ചിലിനെ ഒരുപാട് സ്വാധീനിച്ചു. ഞാനും വേറൊരു വൈദികനും ആ കുടുംബത്തോട് ചേർന്ന് ആ പട്ടണത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. ആ രാത്രിയിൽ ഞങ്ങൾ രണ്ടച്ഛന്മാരും കൂടി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് മുമ്പേ നിന്റെ ദൂതനെ നീ പട്ടണത്തിലേക്ക് അയക്കണമേ, നീ എല്ലാ കാര്യങ്ങളും ഒരുക്കണമേ, ആ ബന്ധനത്തിൽ കഴിയുന്ന ആ കുട്ടിയെ വിടുവിച്ചു കൊണ്ടുവരാനുള്ള അഭിഷേകവും ശക്തിയും നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ പട്ടണത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ വചനപ്രകാരം ഒരു ദൂതനെ അങ്ങോട്ടേക്ക് അയക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ ചെല്ലുമ്പോൾ ഒരു വൈദികൻ അവിടെ ഇരിക്കുകയാണ്. ആ അച്ഛൻ കേരളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ശുശ്രൂഷകനാണ്. അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ പെൺകുട്ടിയെ വിളിച്ചു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വിടുതൽ ശുശ്രൂഷ നടത്തി. തുടർന്ന് ആ ഒരു വലിയ ബന്ധനത്തിൽ നിന്ന് യേശു അവളെ വിടുവിച്ച് അവളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ! അതാണ് വചനം. നീ വചനം കണ്ടെത്തണം. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഒരുപാട് വചനങ്ങൾ നിന്റെ ദൈവം ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരുപാട് വചനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീ അത് കണ്ടെത്താൻ വേണ്ടി സമയം ചെലവഴിക്കണം. നിനക്ക് ദൈവം തന്നിട്ടുള്ള അമൂല്യനിധിയായ ഈ പരിശുദ്ധമായിട്ടുള്ള ബൈബിളിന് മുമ്പിൽ നീ ഇരിക്കണം. എന്നിട്ട് വചനം തുറന്ന് നീ വായിക്കണം. വായിച്ച് നിന്നെ സ്വാധീനിക്കുന്ന വചനത്തിനടിയിലൊക്കെ വരയിട്ട് അതൊക്കെ എഴുതി അത് പഠിച്ച് അത് ആവർത്തിച്ച് പറഞ്ഞ് നീ സ്വന്തമാക്കണം. അതാണ് വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ഭക്ഷിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി നിറയും. ദൈവത്തിൻ്റെ ശക്തി നിറയുന്നത് ആത്മീയ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഭൗതികമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ശക്തിയും ബലവും ഊർജവും ലഭിക്കുന്നത് പോലെ ആത്മീയ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആത്മീയ ബലം ലഭിക്കും. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് വചനം കണ്ടെത്തണം. വചനം കണ്ടെത്തി വചനം ഭക്ഷിച്ചേ മതിയാകും. അപ്പോഴേ ആത്മീയ ജീവൻ ഉണ്ടാവുകയുള്ളൂ, ശക്തി പ്രാപിക്കുകയുള്ളൂ. അതാണ് പൗലോസ്ലീഹ റോമാക്കാർക്കെതിരെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം, അവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു കാര്യം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന
ദൈവശക്തിയാണ്. ശ്രദ്ധിച്ചേ, ദ ഗോസ്പൽ ഓഫ് ജീസസ് ഈസ് ദ പവർ ഓഫ് ഗാഡ്. യേശുവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് സുവിശേഷത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വീണ്ടും കൊരിന്തോസിന്റെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഭാഷയെ പറയുന്നത്, നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലേക്ക് ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ദൈവത്തിൻ്റെ ശക്തി അത്രേ ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിസ്സാരമായി ദൈവത്തിൻ്റെ വചനത്തെ കരുതരുത്. പല കാര്യങ്ങളും അന്വേഷിക്കുകയും പല കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന നമ്മൾ വചനം കണ്ടെത്താനായിട്ട് പഠിക്കണം. വചനം കണ്ടെത്തി ഭക്ഷിക്കാനായിട്ട് പഠിക്കണം. വചനം, ആ ഭക്ഷിച്ച വചനം അത് പ്രയോഗിക്കാനായിട്ട് പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അതാണ് ജെറമ്യാ പ്രവാചകൻ പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ നാവിൽ ആനന്ദാമൃതമായി, എൻ്റെ നാവിൽ ആനന്ദാമൃതമായി. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനത്തിൻ്റെ 92-ാമത്തെ തിരുവാക്യം അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ പണ്ടേ നശിച്ചു പോകുമായിരുന്നു. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ പണ്ടേ നശിച്ചു പോകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു തകർന്ന ഭർത്താവിനെയും ഭാര്യനെയും പരിചയപ്പെട്ടു. ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനം, ഒരു രോഗം പോലെ അത് വന്നു. അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള വഴക്കും മർദ്ദനവും മറ്റ് അസ്വസ്ഥതകളും ആ കുടുംബത്തിൽ വന്നു. തകർക്കപ്പെട്ട ആ കുടുംബം. അങ്ങനെ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പങ്കാളിനെ സ്വീകരിക്കാനോ അയാളെ സ്നേഹിക്കാനോ പറ്റാത്ത തരത്തിൽ അവരുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനവരെ കണ്ടെത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ കുറച്ച് സമയം അവരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അവർ പറയുകയാണ്, അച്ഛാ, ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കണം, ഡൈവോഴ്സിന് കേസ് തുറക്കണം എന്നൊക്കെ വിചാരിച്ച് എൻ്റെ താലിമാല കൂരി എൻ്റെ മോതിരെല്ലാം ഊരി ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ തോന്നി. ഞാൻ ബൈബിൾ തുറന്നു. അതിന് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായം ഞാൻ വായിച്ചു. അതിൽ 8-ാമത്തെ വചനം എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. കർത്താവെ, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ആ സഹോദരി പറയാണ്, അച്ഛാ, ഈ വചനം വായിച്ചപ്പോൾ എനിക്കൊരു ബോധ്യമുണ്ടായി. യേശു ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ പങ്കാളിക്ക് സൗഖ്യം കിട്ടും, എൻ്റെ പങ്കാളിക്ക് സൗഖ്യം കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി പറയാണ്, ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ പങ്കാളിക്ക് ദൈവം സൗഖ്യം കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസമായി, ബോധ്യമായി. പങ്കാളിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ എൻ്റെ മാല വീണ്ടും, താലിമാല വീണ്ടും ഞാൻ ധരിച്ചു, മോതിരം വീണ്ടും ധരിച്ചു എന്ന് പറഞ്ഞാൽ ആ പങ്കാളിയെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ വചനം ആ സഹോദരിയെ സഹായിച്ചു. അങ്ങയുടെ വചനം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ പണ്ടേ നശിച്ചു പോകുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ആനന്ദം നൽകും. വചനം ആനന്ദത്തിന് അനുഭവം നൽകും. ആ വചനം ഭക്ഷിക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ മനസ്സുകളിലേക്ക് വചനത്തിൻ്റെ പുസ്തകം ഒന്ന് കൊണ്ടുവരാം, ധ്യാനിക്കാം വചനത്തെപ്പറ്റി. ആ വചനം കണ്ടെത്തുവാൻ, അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും വിടുതലിൻ്റെയും വചനം കണ്ടെത്തി അത് ഭക്ഷിക്കുവാൻ, അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കർത്താവെ കൃപ തരണമേ. യേശുവെ അഭിഷേകം തരണമേ. യേശുവെ വചനത്തിനു വേണ്ടി സമയം ചെലവഴിക്കുവാൻ, അത് കണ്ടെത്തുവാൻ വേണ്ടി ത്യാഗം സഹിക്കുവാൻ കൃപ തരണമേ. അതിനുള്ളൊരു കൃപയും അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, വംശത്തിലേക്ക് നൽകണമേ. നിയോഗം വെച്ച് എല്ലാ മക്കളും ഈ സമയത്ത് കരങ്ങൾ ഉയർത്തി സർവ്വശക്തിയുള്ള ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ദൈവത്തിൻ്റെ വചനം അവിടുത്തെ ശക്തിയാണ്. ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ഇസ് ദ പവർ ഓഫ് ഗോഡ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം തുറന്ന് വചനത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ പെരുമഴ പോലെ വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്ധാനം ചെയ്ത ഈശോയുടെ പരിശുദ്ധമായിട്ടുള്ള സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ ശക്തമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ അവരുടെ മനസ്സിനെ വചനം ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ അവിടുത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം എൻ്റെ മനസ്സിനെ നീ തുറക്കണമേ, എൻ്റെ ആത്മാവിനെ നീ സ്പർശിക്കണമേ, എൻ്റെ ഹൃദയത്തെ നീ തലോടണമേ. തമ്പുരാനെ, നിൻ്റെ വചനങ്ങൾ കണ്ടെത്തുവാൻ, അത് അന്വേഷിച്ച് കണ്ടെത്തുവാൻ, കണ്ടെത്തിയ വചനങ്ങൾ ഒത്തിരി ഇഷ്ടത്തോടുകൂടി ഭക്ഷിക്കുവാൻ, ഭക്ഷിച്ച വചനങ്ങൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ അഭിഷേകം പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. വചനം ഒരുപടി കൂടി വായിക്കുവാനും ആ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹത്തെ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോയെ കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിച്ചെന്ന് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായിട്ടുള്ള നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വചനത്തെ ഉപേക്ഷിച്ചു പോയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതങ്ങളിലേക്ക് യേശുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഉദ്ധാനം ചെയ്ത ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ മക്കളിലേക്ക് വചനത്തോടുള്ള ദാഹം, വചനത്തോടുള്ള അഭിനിവേശം, വചനത്തോടുള്ള അഭിവാഞ്ച നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗപീഠകളിൽ കഴിയുന്നവരും പല ദുഃഖ ദുരിതങ്ങളിൽ കഴിയുന്ന ഇവിടെ ഓരോ പ്രിയപ്പെട്ടവരിലേക്കും ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ അത്ഭുതകരമായുള്ള ശക്തി നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും മുഴുവനും കർത്താവിൻ്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അഭിഷേകവും അനുഗ്രഹവും നിങ്ങളുടെ സ്വന്തമാക്കുക. കൈകൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൻ്റെ ശക്തി, ഉദ്ധാനം ചെയ്ത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഈ മക്കളുടെ ഓരോ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ മക്കൾക്കുണ്ടാകട്ടെ. വചനത്തിൻ്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് നിറയപ്പെടട്ടെ. ഒരുപാട് സമയമിരുന്ന് വചനം വായിക്കുവാൻ, വചനം ഭക്ഷിക്കുവാനുള്ള പുത്തൻ അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും വംശങ്ങളിലേക്കും നിറയട്ടെ എന്ന് യേശുവേ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. സകല കെട്ടുകളും അഴിഞ്ഞ് ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. എൻ്റെ പേര് സിസ്റ്റർ ജിസ്മരിയ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിണറ്റിൽ വീണതാണ്. അതിനെ തുടർന്ന് എനിക്ക് അന്ന് മുതൽ കാലിൻ്റെ എല്ലിന് പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെ ട്രീറ്റ് ചെയ്തു. തണ്ടലിൽ നോക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചതവേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങനെ നടന്നു. എനിക്ക് ഓരോ വയസ്സ് കൂടുന്തോറും എനിക്ക് നടുവേദന കൂടി വന്നുകൊണ്ടിരുന്നു. ഒരു 7 വർഷമായിട്ട് എൻ്റെ വലതുകാലിൻ്റെ മുട്ട് വേദന തുടങ്ങി. അത് അന്ന് മുട്ട് മടങ്ങില്ലായിരുന്നു, വേദന ഉണ്ടായിരുന്നില്ല, മടങ്ങില്ല എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും മുട്ട് ഒട്ടും മടങ്ങാണ്ടായി. ഇപ്പോൾ ഈ 1 വർഷത്തിനിടയിൽ മുട്ട് മടങ്ങുകയോ ഇല്ല. മടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിവരണമെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും കഴിയണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും മുട്ട് കുത്തില്ല, താഴെ ഇരുന്ന് കാല് നീട്ടി വെച്ചിട്ടിരിക്കും. കാല് മടക്കണം എന്നുണ്ടെങ്കിൽ കൈ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം കാലും കൊണ്ട് മടക്കിയെടുക്കാനായിട്ട്. അങ്ങനെയായിരുന്നു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ ഇതിന് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യേശുവിനെ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് സെഹിയോന് വന്നൊരു ധ്യാനം കൂടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സെഹിയോന് ഞാൻ വരുമ്പോൾ രോഗസൗഖ്യം വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയല്ല ഞാൻ വന്നത്, എനിക്ക് ജീവിതത്തിലൊരു നവീകരണം വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ വന്നത്. എന്നാലും ഞാൻ അവിടുന്ന് പോരുമ്പോൾ എൻ്റെ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് ധ്യാനിക്കുമ്പം എനിക്ക് നിന്നെ മഹത്വപ്പെടുത്താനായിട്ട് എന്തെങ്കിലും തന്നിട്ട് എന്നെ വിട്ടുകൂടെയെന്ന് ചോദിച്ചു ഞാൻ ഈശോയോട്. അങ്ങനെ അവിടുന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് കാലിൻ്റെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, സൈനസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലവേദന, ഭയങ്കര തലവേദന എനിക്ക് സൈനസൈറ്റിസിൻ്റെ. അതും ഞാനിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവിടുന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് ഈശോ അത്ഭുതകരമായ സൗഖ്യം തന്നിട്ട് ഇവിടുത്തെ വെഞ്ചരിച്ച വെളിച്ചെണ്ണ
ഞാൻ നെറ്റിയിൽ പുരട്ടി, വിശ്വാസപൂർവ്വം നെറ്റിയിൽ പുരട്ടിയത് മൂലം എനിക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന അവിടെ നിന്ന് തന്നെ എനിക്ക് സൗഖ്യം തന്നു വിട്ടു. പിന്നെ 10 വർഷമായിട്ട് എനിക്ക് അലർജിയുടെ ചുമയുണ്ട്, ശ്വാസം അത് ആസ്മയായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 രോഗത്തിൽ നിന്നും എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം നൽകി. ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി സിസ്റ്ററിനെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. കിണറ്റിൽ വീണെന്നാന്ന് പറഞ്ഞത് 6ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിണറ്റിൽ വീണ്. അതിനെ തുടർന്ന് നിരവധിയായ അസ്വസ്ഥതകൾ, നടുവേദന, കാൽമുട്ടിൻ്റെ പ്രശ്നങ്ങൾ. എന്നാൽ ഈശോ ഈ സിസ്റ്ററിനെ തൊട്ട് അനുഗ്രഹിച്ചപ്പോൾ എല്ലാ രോഗപ്പെട്ടുകളിൽ നിന്നും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കാം. കർത്താവ് എത്രയോ നല്ലവൻ. അവിടുന്ന് അത്ഭുതങ്ങളുടെ കർത്താവ്. റാഫ, എൻ്റെ ദൈവം, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ആലീസ്, സ്ഥലം കൊട്ടേക്കാട്. എനിക്ക് 25 കൊല്ലമായി തണ്ടൽ വേദന. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് കുറച്ച് നാൾ പല ചികിത്സകളും ചെറിയത് ചെയ്തു കൊണ്ടുവന്നു. എന്നിട്ടും മാറണില്ല. വെട്ടുകാട് ഒരു മലയാളം ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ചവിട്ടി ഉഴിച്ചിൽ നടത്തി. ഓരോ പ്രാവശ്യം പോകുമ്പോൾ 500 രൂപ വേണം. അതിനും മാർഗ്ഗമില്ലാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പോകണില്ല, വേദന സഹിക്കാനും വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയൊരു വചനം കേട്ടാൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ നാത്തൂൻ്റെ ഒരു മകൻ ഇവിടെ വന്ന് വചനം കേൾക്കാൻ വന്നിരുന്നു. ആ മകൻ വന്നിട്ട് പറഞ്ഞു, അമ്മായി വിഷമിക്കണ്ട, ഞാൻ പോയി ബുക്ക് ചെയ്തിട്ടുണ്ട്, അമ്മായി വേഗം ധ്യാനത്തിലേക്ക് പോവുക. ഇവിടെ വന്ന് ഇന്നലെ ആരാധനയുടെ സമയത്ത് എനിക്കത് സുഖപ്പെട്ടു. ഇന്നലെ 25 വർഷമായുള്ള നടുവേദന അച്ഛൻ പറഞ്ഞു ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായി എടുത്തു മാറ്റി. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ എന്നാലും നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരമായപ്പോൾ ബാത്റൂമിൽ പോയി ഞാൻ കുമ്പിട്ട് നിന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ കുമ്പിട്ട് നീർന്നു നോക്കിയപ്പോൾ ഒരു വേദനയും ഇല്ല എനിക്ക്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.